ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ഞങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിച്ചു പോകുന്ന ഘട്ടത്തിൽ അല്പം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഞങ്ങളോടൊപ്പം ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത് 50% സാധ്യത എന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിലും മനുഷ്യ സാന്നിധ്യം, ജീവസാന്നിധ്യം തള്ളിക്കളയാൻ കഴിയാത്ത സിഗ്നലുണ്ട് എന്നാണ്. വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. 1000-1 സാധ്യത മാത്രമേ ഉള്ളൂവെങ്കിലും രാത്രിയിലും ദൗത്യം തുടരാൻ തീരുമാനിക്കുകയായിരുന്നോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും 1000-1 ലക്ഷത്തിലൊന്ന് സാധ്യതയുണ്ടെങ്കിലും ആ സാധ്യത നമുക്ക് എങ്ങനെയെന്നുള്ളത് പരിശോധിച്ച് മുന്നോട്ട് പോകണം. എല്ലാ ശ്രമങ്ങളും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നടത്തണം. ഇത് തന്നെയാണ് നിലപാട്. ആ നിലപാടാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈയെടുത്ത് നിലപാട് സ്വീകരിച്ചതാണ്. ഇത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ 4 ദിവസം, ഈ 4 ദിവസത്തെ പ്രവർത്തനങ്ങളിലും ഈ ഒരു നിലപാട് തന്നെയാണ് പൊതുവെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിലെല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ്. അതിൽ നല്ല എല്ലാവരും അതിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത് 1000-1 സാധ്യത മാത്രമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് രാത്രി മുഴുവൻ ഈ തെരച്ചിൽ നീണ്ടാൽ അതിൽ കിട്ടുന്നത് ഒരു പക്ഷേ ഒരു തവളയോ അതല്ലെങ്കിൽ ഒരു എലിയെയോ ഒക്കെ ആയിരിക്കും. മനുഷ്യനാകണമെന്നൊരു നിർബന്ധവുമില്ല. ശ്വസിക്കുന്ന ഒരു ജീവി 2 അടി 3 ഇഞ്ച് താഴെയുണ്ട്. അത്രയുമേ നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ബോധ്യമായുള്ളൂ. ആർമിയുടെ സംഘം, NDRFിൻ്റെ സംഘം, SDRFിൻ്റെ സംഘം ഒക്കെയുണ്ട്. തീർച്ചയായിട്ടും ഇത് തിരിച്ചായാലുള്ള ഒരു അവസ്ഥയെ കൂടിയായിരിക്കുമല്ലോ നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എല്ലാ നിലയിലും നമ്മളതിൻ്റെ ഒരു വശമാണല്ലോ പറഞ്ഞത്. ഇപ്പുറത്തെ ഒരു വശം, ഒരു സാധ്യതയുടെ ഒരു വശം ഉണ്ടല്ലോ അരുൺ. ആ സാധ്യതയുടെ ഒരു വശമാണ് നമ്മൾ എല്ലാ നിലയിലും പരിശോധിച്ച് പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പൊതുവെയും ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കൂടിയ മീറ്റിങ്ങിൽ 6 സോണുകളായി തിരിക്കാൻ തീരുമാനിച്ചു. 6 സോണുകളായി തിരിക്കാൻ തീരുമാനിച്ച് ഫോഴ്സസിന് റെസ്പോൺസിബിലിറ്റിയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും തീരുമാനിച്ചു. അത് തീരുമാനിക്കാൻ കാരണം ഇത് തന്നെയാണ്. കാരണം എല്ലായിടത്തും രക്ഷാപ്രവർത്തനം എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലായിടത്തും എത്താതെ പോയതിൻ്റെ ഭാഗമായിട്ടൊരു പ്രയാസം ഉണ്ടാകരുത്. അപ്പോൾ എന്തെങ്കിലും സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ഓരോ ടീമിലും വിവിധ ഫോഴ്സിലെ ആളുകളുണ്ട്. വിവിധ ഫോഴ്സുകളിലെ ആളുകൾ അതിനകത്ത് പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ്. ആ എല്ലാ സംവിധാനങ്ങളും 6 ഇടങ്ങളിൽ പരിശോധിക്കുന്നു. ഇത് തന്നെയാണ് ചാലിയാറിലും ചെയ്തത്. ചാലിയാറിൽ 40ഓളം കിലോമീറ്റർ നീളമുള്ള ചാലിയാറിൽ 8 പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ നേരത്തെ പലരും, നിങ്ങളുൾപ്പെടെ പലരും ചർച്ച ചെയ്ത കാര്യമാണ് എല്ലായിടത്തും അതിൻ്റെ പരിശോധന എത്തുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി 8 പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്തുള്ള പരിശോധനയ്ക്ക് പോലീസ് ഹെഡുകൾക്ക്, അതാത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഹെഡുകളുടെ നേതൃത്വത്തിൽ പുഴയറിയുന്നത് അവിടുത്തെ നാട്ടുകാർ കൂടിയാണ്. നാട്ടുകാർക്കാണ് ആ പുഴയുടെ എല്ലാ സ്വഭാവവും അറിയുക. അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിശോധന നടന്നിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ മുന്നോട്ട് പോയി 14 ബോഡി നമുക്ക് കിട്ടി. അതിൽ 3 മലപ്പുറം ജില്ലയിൽ നിന്നാണ്, നിലമ്പൂരിൽ നിന്നും എടക്കരയിൽ നിന്ന് 2, ബാക്കി 11 ഇവിടെ നിന്നും കിട്ടി. അപ്പോൾ സാധ്യത എങ്ങനെയൊക്കെയാണ് ആ സാധ്യത മുഴുവൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു നിലപാട്. ആ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് മിനിസ്റ്റർ, ഇന്ന് വരെ ഞങ്ങളുടെ കണക്കനുസരിച്ച് 300-ലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായി 199, അതിപ്പോൾ 205 ആയിട്ടുണ്ട്. അതായത് കണ്ടെത്താനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. മിനിസ്റ്റർ, അത് നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ടോ? കാരണം ഇവരെ എവിടെ പോയി തപ്പുമെന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങളിത് പുഞ്ചിരിമട്ടത്ത് ദൗത്യസംഘാംഗങ്ങൾക്കൊപ്പം ത്രൂ ഔട്ട് റിപ്പോർട്ടർ സംഘം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് 41 വീടുകളുണ്ട് ആ ഭാഗത്ത്. ഏകദേശം ഒരൊറ്റ വീട്ടിൽ പോലും ആളുകളില്ലെന്ന് മാത്രമല്ല, അവിടെയുള്ള മനുഷ്യർ എവിടെയാണെന്ന് ഒരു ധാരണയുമില്ല. പൂർണ്ണമായിട്ടും തകർന്നു പോയ വീടുകളാണതെല്ലാം. അവരെ എങ്ങും കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് രാവിലെ മുതൽ അന്വേഷണം നടന്നു. പുഞ്ചിരിമട്ടത്തു നിന്ന് ഒരു മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. ഇതിൽ ശ്രീ അരുൺ, ഒന്ന് ഡെത്ത് കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 210 210. അതിൽ സ്ത്രീകൾ 83, പുരുഷന്മാർ 96, കുട്ടികൾ 29, അങ്ങനെ 210. അതിൽ ബോഡി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഹാൻഡ് ഓവർ ചെയ്തത് 119. പിന്നെ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. 4 അലൈവായിട്ടുള്ളത് നമ്മൾ പടവെട്ടിക്കുന്നിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഡെഡ് ബോഡിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു 14, അതിൽ 3 മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതിൻ്റെ കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിൽ മിസ്സിംഗ് കേസ് ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ച ഒരു പ്രധാന പ്രശ്നമാണ്. അതിലിപ്പോൾ ഞങ്ങൾ പല വഴികളും തേടുന്നുണ്ട്.
അപ്പോൾ ഒന്ന് റേഷൻ കാർഡ് വെച്ചിട്ടുള്ള പരിശോധന നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആശാ വർക്കർമാരുടെ ഒരു വെരിഫിക്കേഷൻ, അതൊരു ക്രോസ് ചെക്കിങ് കൂടിയാണ്. ഇതിന് പുറമേ ഇപ്പോൾ DTPC വഴി ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കുന്നു, അതിഥി തൊഴിലാളികളുടെ എണ്ണം പരിശോധിക്കുന്നു, അങ്ങനെ ഒരു ക്രോസ് ചെക്കിങ് നടത്തുന്നു. ഇതിനോടൊപ്പം ഇപ്പോൾ ക്യാമ്പിലും ആശുപത്രിയിലും കിടക്കുന്നവരുണ്ട്. ആശുപത്രി കിടക്കുന്നവർ നമുക്കറിയാം, 2 കാലൊടിഞ്ഞവരുണ്ട്. അവർക്ക് ആ ശാരീരിക വേദനയേക്കാൾ വലിയ വേദന കൂടപ്പിറപ്പുകളെ രാത്രി അത്താഴം ഒരുമിച്ച് കഴിച്ച് വ്യത്യസ്ത മുറികളിൽ കിടന്നുറങ്ങിയവരെ കാണാതായതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ക്യാമ്പിലുള്ളവരുടെ അതേ പ്രശ്നമാണ്. അവരിൽ നിന്നും ആ വിവരങ്ങൾ കിട്ടുന്ന നിലയിൽ അതും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാതായവരെക്കുറിച്ചുള്ള ഒരു നമ്പർ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, തുടർച്ചയായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ മിനിസ്റ്ററും രക്ഷാദൗത്യവും കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ചാലിയാർ പുഴയുടെ തീരത്ത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതാണ്, ആ വനമേഖലയിൽ കുറേ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതായി ചില സന്നദ്ധ സംഘടനകൾ പറഞ്ഞു. അവരിൽ ചിലരൊക്കെ മൊബൈൽ ദൃശ്യങ്ങൾ എടുത്ത് അയക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവരിൽ പലരെയും അതിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ താഴെയുള്ള ഭാഗത്ത്, പോത്തികൾ ഭാഗത്തൊക്കെ സന്നദ്ധ പ്രവർത്തകർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ DYFI ഉണ്ട്, മറ്റ് സംഘടനകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ട്, പല സംഘടനകളിൽപ്പെട്ടവർ അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നാളെ ഈ അവിടേക്ക് കുറച്ചുകൂടി ഒരു കേന്ദ്രീകൃതമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം പല ബോഡി മിസ്സിംഗ് ആണ്. പലരും അവയവങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതിന് ജനിതക പരിശോധന നടത്തിയെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വനത്തിനുള്ളിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നാളെ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ നിയന്ത്രിതമായ അളവിലാണെങ്കിലും സന്നദ്ധ സേനയെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമോ, വനം വകുപ്പുമായി ആലോചിച്ച്? തീർച്ചയായിട്ടും ആലോചനകൾ നടത്തിയിട്ടുണ്ട്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നമ്പർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. വനം വകുപ്പിലെ ഈ രക്ഷാദൗത്യ പ്രവർത്തനം നടത്തുന്നവരുടെ നമ്പർ വലിയ നിലയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം കൈക്കൊണ്ട് ആ നിലയിൽ തന്നെയാണ് ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ മറ്റ് സംവിധാനങ്ങളും എല്ലാ നിലയിലും പരിശോധിച്ച് പോവുകയാണ്. ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഡ്രോൺ വെച്ചുള്ള ഒരു ഹരിത മിത്ര ആപ്പും KSEBയുടെ മറ്റ് സംവിധാനം ഉപയോഗിച്ച് ഏകദേശം 60% എഫക്റ്റഡ് ഏരിയയിലെ സർവേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഡ്രോൺ വെച്ച്. അതിൽ പലരും സഹായിച്ചു. NIC ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോൺ വോളണ്ടിയർ, ഇൻഡിവിജ്വലായിട്ടുള്ള വോളണ്ടിയേഴ്സ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു GPRും ഒരു മാപ്പും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി സാധ്യമാകുന്ന എല്ലാ നിലയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതിനിയും തുടരും. നിങ്ങളൊക്കെ നൽകുന്ന വിലപ്പെട്ട പല അറിവുകളുണ്ട്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളുണ്ട്. അത് അതേ നിലയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതെ, അത് മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, വ്യക്തികളായിക്കൊള്ളട്ടെ, ഓരോ പൗരനും നൽകുന്ന കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് അതേ അർത്ഥത്തിലെടുത്ത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും. മിനിസ്റ്റർ, ഇതിപ്പോൾ 4ാം ദിവസമാണ്. നാളെ ഒരു ദിവസം ഈ മൃതദേഹങ്ങളുടെ ഒരു സ്വഭാവം അങ്ങേക്കറിയാമല്ലോ, പെട്ടെന്ന് ഡീകമ്പോസ്ഡ് ആയി പോകും. പ്രത്യേകിച്ച് ചെളിയിലും മണ്ണിലും വെള്ളത്തിലും ഒക്കെയാണ്. അപ്പോൾ ഇത് എത്ര നാൾ തുടരുമെന്നത് എന്തെങ്കിലും ഒരു ആലോചനയുണ്ടോ? ഇത് എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ? അല്ല ഇപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാൻ ആയിട്ടില്ല. പക്ഷേ നമ്മളെല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയാണ്. പറഞ്ഞ പോലെ ഉണ്ട്, മൃതദേഹത്തിൻ്റെ അതിൻ്റെ ബാധിക സമയം വെക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്, മറ്റും കാര്യങ്ങൾ. അതിലൊക്കെ നമ്മളൊരു തീരുമാനം തന്നെ SOP തന്നെ എടുത്ത് അതിൽ ചീഫ് സെക്രട്ടറി തന്നെ ചില കാര്യങ്ങൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് മുന്നോട്ട് പോകും. എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇനിയും സാധ്യമാകുന്ന എല്ലാ നിലയിലും തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ചില വീടുകളിൽ ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, കുട്ടികളില്ലാതെ അച്ഛനോ അമ്മയോ മാത്രമായി ഉള്ളവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മുണ്ടക്കയിലെ കഥ പറയുകയാണെങ്കിൽ റുബീന എന്ന് പറയുന്നൊരു ലേഡി മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത്. അതേപോലെ അവന്തിക എന്നു പേരുള്ള ഒരു 8 വയസ്സുകാരി. ആ കുട്ടിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും പോയി. 8 പേരാണ് ആ കുടുംബത്തിൽ ഇല്ലാതായത്. ഇങ്ങനെയുള്ള കുറേയധികം മനുഷ്യരുണ്ട്. ചിലർ ക്യാമ്പിലുണ്ട്, ചിലർ ബന്ധുവീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഒരു മാനസികാരോഗ്യം കൊടുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇന്നലെ ഈ വിഷയം രാജ്യമിനിസ്റ്ററുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ മിനിസ്റ്റർ അത് വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. വീടുകളിലുള്ളവർ, അതായത് ഈ ഷോക്കിൽ നിൽക്കുന്നൊരു ജനതയുണ്ടല്ലോ, ആ പ്രദേശത്തുള്ള മനുഷ്യർ, അവരുടെ ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടത് കൂടിയുണ്ട് ഈ ക്യാമ്പിലുള്ളവർക്കൊപ്പം. അതിനുള്ളൊരു സംവിധാനത്തേക്ക് കൂടി ഇനി ആലോചന പോകുമല്ലോ അല്ലേ? വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണത്. ഇപ്പോൾ ക്യാമ്പിലുള്ളവരായാലും ശരി, ആശുപത്രിയിലുള്ളവരായാലും ശരി, വീടുകളിൽ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ വീടുകളിലുള്ളവരായാലും ശരി, ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്.
അപ്പോൾ ആശുപത്രിയിൽ ഞങ്ങൾ പോയപ്പോൾ 2 കാലൊടിഞ്ഞവർക്ക് ആ ശാരീരിക വേദനയേക്കാൾ പ്രയാസം കൂടപ്പിറപ്പുകളെക്കുറിച്ചുള്ള ചിന്തയാണ്. ക്യാമ്പിൽ പോയപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം അതാണ്. വലിയ ഒരു പ്രയാസമാണ് അനുഭവിക്കുന്നത്. ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ, ഈ ക്യാമ്പിൽ ഈ അനാവശ്യമായിട്ട് ആളുകൾ കയറി ഇറങ്ങുന്ന സ്ഥിതി പൊതുവെ ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാമ്പുകളിൽ പൊതുവെ ആളുകൾ കൂടുതൽ വരുന്നത്, അതുപോലെ മാധ്യമങ്ങൾ ഇതുവരെയും എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ക്യാമ്പിൽ കയറി നമ്മൾ ഒരു സ്വകാര്യതയാണല്ലോ, അവരുടെ വീടാണല്ലോ, ആ വീടെന്നുള്ള നിലയിൽ ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ പല ആളുകൾ കയറുകയാണ്. ഈ മഴയായതുകൊണ്ട് ചളിയിലൊക്കെ ചവിട്ടി കയറി അവർ കിടക്കുന്ന മുറി കൂടിയാണല്ലോ അത്. ആ മുറിയിലാകെ ചവിട്ടി ചളിയാക്കുന്ന സ്ഥിതി. ഓരോ 2 മണിക്കൂറിൽ അത് ക്ലീൻ ചെയ്യുന്നുണ്ടാക്കുക ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും ക്യാമ്പിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാനസികമായി പ്രയാസം അനുഭവിച്ചിരിക്കുകയാണ് അവർ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വീടുകൾ, ഇതിനു വേണ്ടി പ്രത്യേക സംവിധാനം തന്നെ നേരത്തെ ഒരുക്കിയതിന് പുറമേ സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ഇത്തരം മെൻ്റൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കലായിട്ടുള്ള കരുത്ത് പകരുവാനുള്ള, മാനസിക കരുത്ത് പകരാനുള്ള നിലപാടുകൾ എന്തൊക്കെ ചെയ്യാനാവുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അതിനു വേണ്ടി കുറച്ച് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതിനിയും നമുക്ക് തുടരാം. അതിന് സർക്കാർ സംവിധാനം, മറ്റു സ്വകാര്യ സംവിധാനം, മറ്റെല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ഓക്കെ, താങ്ക് യു. മുണ്ടക്കയിലെ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളിൽ നിൽക്കുകയാണ് നമ്മൾ. ഈ ചർച്ചയ്ക്ക് അങ്ങേ ക്ഷണിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. താങ്ക് യു മിനിസ്റ്റർ.